ഹലോ, നമുക്കപ്പോൾ ഈസി ആയിട്ടൊരു വാഴയ്ക്കാപ്പം റെഡിയാക്കിയത്. അപ്പോൾ ഇതന്നെ നമ്മൾ നമ്മുടെ ചാനൽ കുറേ തവണ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഇടാൻ പറ്റും. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല കറുമുറാന്നിരിക്കുന്ന ഏത്തയ്ക്കാപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് മൈദാമാവാണ് വേണ്ടത്. ഇങ്ങനെ മൈദാമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ അരിപ്പൊടിയാണ് ഇടുന്നത്. കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ടുണ്ടല്ലോ മറ്റേ ഉപ്പും പഞ്ചസാരയും ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഇത്രയും മാത്രമേ ചേർക്കത്തുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. കണ്ടില്ലേ, മിക്സ് ചെയ്ത് നമ്മൾ ഏകദേശം ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മുടെ ഏത്തയ്ക്കൊക്കെ ഇവിടെ റെഡി ആയിട്ട്, നമ്മൾ അധികം ഒത്തിരി പഴുത്ത് പോകാതെ എന്നാൽ പഴുത്തിട്ട് കൊണ്ട് പച്ചയല്ലാത്ത രീതിയിലുള്ള ഏത്തയ്ക്കാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതുകൊണ്ട് ഇതാ ഒരെണ്ണം നമ്മൾ 4 ആക്കും. ചിലത് നമ്മൾ 4 ആക്കും, ചിലത് നമ്മൾ 3 ആക്കും. അപ്പോഴേ നല്ല മൊഴിഞ്ഞ് വരത്തുള്ളൂ. ഒത്തിരി 2 എണ്ണമൊക്കെ ആക്കി കഴിഞ്ഞാൽ എന്നാ ശരിക്കും മൊരിഞ്ഞ് വരത്തില്ല. അപ്പോൾ ഇത് 2, 3, 4 ഒക്കെ ആക്കുകയാണെങ്കിൽ നല്ല മൊരിഞ്ഞ് കിട്ടും നമുക്ക്. അതുകൊണ്ട് ഇതാ നമ്മൾ ഇത് 4 എണ്ണം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് 3, 4 ഒക്കെ ആയിട്ട് അരിഞ്ഞെടുക്കാം. ഇതാ നമ്മളെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ മെയിൻ പരിപാടി, നമ്മൾ മാവിൽ ഈ ഏത്തയ്ക്ക ഇങ്ങനെ നന്നായിട്ട് മുക്കി, ഈ ഏത്തയ്ക്കയിൽ മാവ് നന്നായിട്ട് മുക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല തിളച്ച എണ്ണയിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല നീളമുള്ള ഏത്തയ്ക്ക ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി പാടാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതാ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കിതെല്ലാം ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി ചായയും കൂട്ടി കഴിക്കാം. അപ്പോൾ ഇത് അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഓക്കെ, ബൈ.